പ്രിയപ്പെട്ടവരെ, വി എസ് അച്യുതാനന്ദൻ എന്ന സമരസൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു കാലഘട്ടമാണ് അസ്തമിക്കുന്നത്. ഒരു യുഗത്തിൻ്റെ അന്ത്യമാണ് സംഭവിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പത്രം എഴുതിയതുപോലെ ഒരു നൂറ്റാണ്ടിൻ്റെ സഖാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. വി എസ് എന്ന രണ്ടക്ഷരം പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും സഹനത്തിൻ്റെയും പര്യായ പദമായിട്ട് ചരിത്രത്തിൽ എന്നും ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യ സമര സേനാനി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സംഘാടകൻ, നവോത്ഥാന ആശയങ്ങളുടെ പ്രചാരകനും പോരാളിയും, ഭരണാധികാരി, പ്രക്ഷോഭകാരി എന്നീ നിലകളിലെല്ലാം 8 ദശാബ്ദത്തിലേറെ കാലം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന സഖാവ് വി എസ് അച്യുതാനന്ദനെ വിപ്ലവ ഇതിഹാസം എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കാൻ കഴിയുക? അക്ഷരങ്ങൾ അടുക്കി വെച്ച വാക്കുകളും വാചകങ്ങളും കൊണ്ട് വി എസിൻ്റെ സമരജീവിതത്തെ വരച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെയും വർത്തമാനകാല രാഷ്ട്രീയത്തെയും ബന്ധിപ്പിക്കുന്ന, കണ്ണി ചേർക്കുന്ന മൂല്യവത്തായ സാന്നിധ്യമാണ് വി എസിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ 1923 ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ പ്രദേശത്ത് സഖാവ് വി എസ് ജനിക്കുന്നത്. വി എസ് തന്നെ പറയുന്നു, എൻ്റെ 4-ാമത്തെ വയസ്സിൽ ഞാൻ കരഞ്ഞതുപോലെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല. 4 വയസ്സായപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മയെ കാണുന്നില്ല. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചപ്പോൾ നീണ്ടു നിവർന്നു കിടക്കുന്ന പാടവരമ്പിലൂടെ എൻ്റെ കൈയും പിടിച്ച് അച്ഛൻ നടന്നു. പുഴയും പാടവും അതിർത്തി പങ്കിടുന്നിടത്ത് ഓല കൊണ്ട് ഒരു ചാപ്പ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചാപ്പയ്ക്കുള്ളിൽ വസൂരി പിടിപെട്ട് വേദന കൊണ്ട് പുളയുന്ന, മരണത്തോട് മല്ലടിക്കുന്ന എൻ്റെ അമ്മയുണ്ടായിരുന്നു. ആ ചാപ്പയിലേക്ക് ചൂണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു, ആ ഓലമറയുടെ അപ്പുറത്ത് നിൻ്റെ അമ്മയുണ്ട്. ഓലയ്ക്കുള്ളിലൂടെ അമ്മ എന്നെ നോക്കിയതായിട്ട് എനിക്ക് തോന്നിയെന്ന് വി എസ് ഒരിടത്ത് പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന ദുഃഖവും വേദനയും വി എസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വയസ്സ് 11 അച്ഛനെയും നഷ്ടപ്പെട്ടു. വി എസ് തന്നെ പറഞ്ഞു, ദൈവവുമായുള്ള എൻ്റെ ബന്ധം അന്നാണ് ഞാൻ അവസാനിപ്പിച്ചത്. 4-ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെടുന്നു.
അച്ഛൻ്റെ തണലുണ്ടായിരുന്നു 11 വയസ്സ് വരെ. 11ാമത്തെ വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട ഒരു ബാലൻ പിന്നീട് ജീവിതത്തോട് പൊരുതി മുന്നേറുകയാണ്. ജ്യേഷ്ഠ സഹോദരൻ്റെ തയ്യൽ കടയിൽ കുറച്ചു കാലം തൊഴിലെടുത്തു. പിന്നീട് ഒരു കയർ കമ്പനിയിൽ കയർ തൊഴിലാളിയായിട്ട് പണിയെടുക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതൃസ്ഥാനീയൻ എന്ന് നമ്മളെല്ലാം വിളിക്കുന്ന സഖാവ് പി കൃഷ്ണപിള്ളയുമായിട്ട് കണ്ടുമുട്ടുന്നത്. പി കൃഷ്ണപിള്ളയുമായുള്ള കൂടിക്കാഴ്ച വി എസിൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറുകയാണ്. വി എസ് അച്യുതാനന്ദൻ എന്ന കേഡറെ പി കൃഷ്ണപിള്ളയാണ് കണ്ടെത്തുന്നത്. വി എസ് മരണപ്പെട്ടപ്പോൾ നവമാധ്യമങ്ങൾ ചിലരെങ്കിലും കുറിച്ചിട്ടു, പി കൃഷ്ണപിള്ള കണ്ടെത്തിയ അവസാനത്തെ കേഡറും നഷ്ടമായിരിക്കുന്നുവെന്നും. പയ്യന്നൂർ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ച സ്വാമി ആനന്ദതീർത്ഥനെ ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പി കൃഷ്ണപിള്ള കണ്ടെത്തിയ അവസാനത്തെ കേഡറാണ് എന്ന് വി എസ് അച്യുതാനന്ദനെ വിശേഷിപ്പിക്കുമ്പോൾ അതിൽ ഒരുപാട് ശരിയുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വി എസ് പോകുന്നത്. കുട്ടനാട്ടിലേക്ക് പോകണം. മണ്ണിനോടും വിയർപ്പിനോടും മല്ലടിക്കുന്ന ചെളി പുരണ്ട ജീവിതം നയിക്കുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കണമെന്ന് പി കൃഷ്ണപിള്ള പറഞ്ഞപ്പോൾ കൃഷ്ണപിള്ളയോട് വി എസ് പറയുന്ന ഒരു മറുപടിയുണ്ട്. കയർ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ, അവരെ സംഘടിപ്പിക്കാൻ എനിക്കിഷ്ടം, അവിടെ നിന്നാൽ പോരെ. അതിന് പി കൃഷ്ണപിള്ള പറയുന്ന മറുപടി, കയർ തൊഴിലാളികൾ, കയർ കമ്പനിയിൽ പണിയെടുക്കുന്നവർ തൊഴിലാളികളാണ്. അവർ തൊഴിലാളികളായി മാറിയിട്ടുണ്ട്. എന്നാൽ കുട്ടനാട്ടിലെ പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ അടിമകളാണ്. മനുഷ്യരായി ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ അടിമകളെ മനുഷ്യരായി, തൊഴിലാളികളായി മാറ്റണം. അതിനുവേണ്ടി അച്യുതാനന്ദൻ കുട്ടനാട്ടിലേക്ക് തന്നെ പോകണം. അങ്ങനെ കൃഷ്ണപിള്ള കൊടുത്ത 5 രൂപയും മടിയിൽ തിരുകിയിട്ടാണ് കുട്ടനാട്ടിലേക്ക് വി എസ് കടന്നു പോകുന്നത്. അങ്ങനെ കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചും പിന്നീട് കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചും തൊഴിലാളികളുടെ നേതാവായി കേരള രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ നടന്നു വരികയായിരുന്നു. 1940 സഖാവ് കൃഷ്ണപിള്ള അച്യുതാനന്ദന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം നൽകുന്നത്. 1937 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെല്ല് രൂപീകരിച്ചുവെങ്കിലും 1939 കേരള ഘടകം എന്ന നിലയിൽ പിണറായി പാറപ്പുറത്ത് സമ്മേളനത്തിൽ വെച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. 40 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം ലഭിക്കുന്നു വി എസ് അച്യുതാനന്ദന്. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങളിൽ വി എസ് നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ തൊഴിലാളികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും അണിനിരത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് വി എസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആ കാലത്ത് നിർവഹിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരം വേട്ടയാടപ്പെട്ട കാലം കൂടിയായിരുന്നു അത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, നാടുവാഴികൾക്കെതിരായിട്ട് വലിയ തോതിലുള്ള പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ മണ്ണിൽ നടത്തിയപ്പോൾ അതിഭീകരമായ വേട്ടയാടലുകളാണ് അനുഭവിക്കേണ്ടി വന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ തീരുമാനിച്ചാൽ
ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഏതൊക്കെ വിധത്തിലുള്ള വേട്ടയാടലുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് സഖാവ് VS അച്യുതാനന്ദൻ്റെ ജീവിതത്തെ ചൂണ്ടിയിട്ട് പുതിയ തലമുറയെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി കഴിയും. 939 മുതൽ 45 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഘട്ടം കൂടിയാണ്. ആ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ട് അതിശക്തമായ പ്രചരണം ഈ നാട്ടിലെമ്പാടും നടത്താൻ VS ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യം സ്വാതന്ത്ര്യം നേടുമെന്ന പൊതുചർച്ച ഉയർന്നു വന്നപ്പോൾ തിരുവിതാംകൂർ രാജാവ് അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കാനാണ് ആഗ്രഹിച്ചത്. ദിവാൻ്റെ അധികാരത്തിന് കീഴിൽ പരിമിതമായ അധികാരങ്ങളോടുകൂടിയ പ്രാദേശിക ഗവൺമെൻറ്, ഇതായിരുന്നു അമേരിക്കൻ മോഡൽ. അത് അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തിരുവിതാംകൂറിലെ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ടേക്ക് വരികയുണ്ടായി. 946 VS അച്യുതാനന്ദൻ തന്നെ പറഞ്ഞു, 946 ഒരു പ്രത്യേകതയുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ബോംബെയിൽ ബ്രിട്ടൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന ഇന്ത്യക്കാരായ നാവികർ കലാപമുയർത്തിയത് 946 ബോംബെ നാവിക കലാപം നടന്നത് 46 ആ നാവിക കലാപം നടന്നപ്പോൾ കപ്പലിൽ വെടിവെപ്പുണ്ടായി. നാവികരായ കലാപകാരികൾ കൊല ചെയ്യപ്പെട്ടു. അവശേഷിക്കുന്ന നാവികരെയും കൊണ്ട് കപ്പൽ ബോംബെ തുറമുഖത്തടുത്തപ്പോൾ ആ നാവികരെ സ്വീകരിക്കാൻ ബോംബെയിലെ തൊഴിലാളികൾ തുറമുഖത്തുണ്ടായിരുന്നു. ആ തൊഴിലാളികൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു. 22 തൊഴിലാളികളാണ് അവിടെ രക്തസാക്ഷികളായത്. അങ്ങനെയുള്ള വാർത്തകൾ ബോംബെയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നാണെങ്കിൽ തെലങ്കാന സമരത്തിൻ്റെ ഉജ്ജ്വലങ്ങളായ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രാജ്യം മുഴുവൻ സമരഭരിതമായ നാളുകളായിരുന്നു 46. ചെങ്കൊടി ഉയർന്നു പറക്കുന്നു ബോംബെയിലും തെലങ്കാനയിലും മറ്റിടങ്ങളിലുമെല്ലാം. ആ ഒരു ഘട്ടത്തിലാണ് പുന്നപ്ര വയലാറിൽ തിരുവിതാംകൂറിലെ ദിവാൻ ഭരണത്തിനെതിരായിട്ട്, അമേരിക്കൻ മോഡൽ ഭരണം എന്ന ആശയത്തിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രക്ഷോഭ സമരം ആരംഭിക്കുന്നത്. അവിടെ ഒരു മൈതാനത്ത് സഖാവ് R സുഗതൻ്റെ അധ്യക്ഷതയിൽ ദിവാൻ ഭരണത്തിനെതിരായിട്ട്, അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരായിട്ട് വലിയൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കപ്പെട്ടു. R സുഗതൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം സംസാരിച്ചു. ആ സംസാരിച്ചവരുടെ കൂട്ടത്തിൽ സഖാവ് VS അച്യുതാനന്ദനും ഉണ്ടായിരുന്നു. അന്ന് പ്രസംഗിച്ചവർക്കെതിരെ, ആ യോഗത്തിൽ പങ്കെടുത്തവർക്കെതിരെ 1 വർഷം കഠിന തടവ് ലഭിക്കുന്ന കുറ്റം ചുമത്തിയിട്ട് കേസെടുത്തു. ആ ഘട്ടത്തിലാണ് സഖാവ് VS അച്യുതാനന്ദനോട് ഒളിവിൽ പോകാൻ പാർട്ടി നിർദ്ദേശിക്കുന്നത്. സഖാവ് PT പുന്നൂസായിരുന്നു പാർട്ടി സെക്രട്ടറി. PT പുന്നൂസ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് സഖാവ് KV പത്രോസ് പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്തു. പാർട്ടി കേന്ദ്രത്തിൻ്റെ ചുമതലയേറ്റെടുത്തു. ആ KV പത്രോസിൻ്റെ നിർദ്ദേശപ്രകാരം VS അച്യുതാനന്ദൻ പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോവുകയും പൂഞ്ഞാറിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിക്കുന്ന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴും രാത്രികാലങ്ങളിൽ പുന്നപ്രയിലും വയലാറിലും വന്ന് ഈ സമര പോരാട്ടത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ VSന് കഴിഞ്ഞിരുന്നു. പുന്നപ്ര വയലാറിൻ്റെ സമരഭൂമിയിൽ നിന്നാണ് VS അച്യുതാനന്ദൻ എന്ന വിപ്ലവ നക്ഷത്രം ഉയർന്നു വരുന്നത്. പിന്നീട് നിരവധിയായ സമരങ്ങൾ, അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെതിരായിട്ട് തൊഴിലാളി വർഗ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള നിരവധിയായ സമരങ്ങളുടെ നേതൃനിരയിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. 1957 സഖാവ് VMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോൾ 58 ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. റസുമ പുന്നൂസിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. നേരിയ ഭൂരിപക്ഷം മാത്രമുള്ള EMS ഗവൺമെൻറ്റിനാണെങ്കിൽ ദേവികുളത്തെ വിജയം അനിവാര്യമാണ്. വിമോചന സമരത്തിൻ്റെ അന്തരീക്ഷം ഒരുങ്ങി വരുന്ന ഘട്ടം കൂടിയാണിത്. കത്തോലിക്ക സഭയും മറ്റ് മത മേലധ്യക്ഷന്മാരും വലതുപക്ഷ ശക്തികളെല്ലാം തന്നെ ചേർന്ന്, ജാതിമത ശക്തികളെല്ലാം ചേർന്ന് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നീക്കം ആരംഭിച്ച ഒരു ഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ പറ്റൂ. ആ ഒരു ഘട്ടത്തിലാണ്
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് അമൃത്സറിൽ വെച്ച് നടക്കുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് സഖാവ് VS അച്യുതാനന്ദൻ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതില്ല. ദേവികുളം ഉപതെരഞ്ഞെടുപ്പിന് ചുമതലയേറ്റെടുത്ത് സഖാവ് VS പ്രവർത്തിക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാതെ 1958 ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുമതല VS അച്യുതാനന്ദൻ ഏറ്റെടുക്കുന്നത്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു, സഖാവ് VSൻ്റെ സംഘടനാ വൈഭവം ഈ നാടറിഞ്ഞ ഒരു സന്ദർഭം കൂടിയായിരുന്നു ദേവികുളം ഉപതെരഞ്ഞെടുപ്പ്. അവിടെ എല്ലാ പ്രദേശങ്ങളിലും എത്തിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും എത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ടുകൾ സമാഹരിക്കുന്നതിന് VS നടത്തിയിട്ടുള്ള പ്രവർത്തനമുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായ സഖാവ് EMS പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഒരു മെഷീനറിയും തെരഞ്ഞെടുപ്പിന് വേണ്ടി ചലിപ്പിക്കില്ല. ഒരു മന്ത്രിയും വോട്ട് ചോദിച്ച് ദേവികുളത്തേക്ക് പോകില്ല. ഒരു മന്ത്രിമാരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകില്ലെന്ന് EMS പ്രഖ്യാപിച്ചു. അവിടെയാണ് പ്രചരണത്തിൻ്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്ത് സഖാവ് VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയം നേടിത്തരുന്നതും. മറ്റൊരു പ്രത്യേകത, VS അച്യുതാനന്ദൻ പങ്കെടുക്കാത്ത അമൃത്സറിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് VSനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ദേശീയ കൗൺസിൽ അംഗമായിട്ട് VS അച്യുതാനന്ദൻ 1958 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. പാർട്ടിക്കകത്ത് വിവിധ സന്ദർഭങ്ങളിൽ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ, സംഘടനാ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടിയിട്ട് കാര്യങ്ങൾ പഠിക്കാനും ശരിയായ നിലപാട് സ്വീകരിക്കാനും VS അച്യുതാനന്ദന് കഴിഞ്ഞിരുന്നു. സഖാക്കൾ EMS, P. സുന്ദരയ്യ, ബസവപ്പൊന്നയ്യ തുടങ്ങിയ നേതാക്കളോടൊപ്പം ശരിയായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ സഖാവ് VS അച്യുതാനന്ദനും എല്ലാ കാലത്തും കഴിഞ്ഞിരുന്നു. പാർട്ടിക്കകത്തെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരായിട്ട് 60കളുടെ ആരംഭം മുതൽക്ക് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ EMS ഉൾപ്പെടെയുള്ള, സുന്ദരയ്യ ഉൾപ്പെടെയുള്ള, ബസവപ്പൊന്നയ്യ ഉൾപ്പെടെയുള്ള, BTR ഉൾപ്പെടെയുള്ള, VS ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വലതുപക്ഷ വ്യതിയാനത്തിനെതിരായിട്ട് പാർട്ടിക്കകത്ത് നടത്തിയ വലിയ കലാപങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ ഒടുവിൽ ദേശീയ കൗൺസിലിൽ നിന്ന് 32 വിപ്ലവകാരികൾ ഇറങ്ങി വരുന്നതിലേക്കാണ് കലാശിച്ചത്. അങ്ങനെ അവിഭക്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM എന്ന പ്രസ്ഥാനം രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത 32 പേരിൽ ഒരാളാണ് സഖാവ് VS അച്യുതാനന്ദൻ. ആ 32 പേരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ നേതാവും VSൻ്റെ മരണത്തോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. CPIM രൂപീകരിച്ചത് മുതൽ CPIMൻ്റെ നിലപാട് രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രവർത്തനമാണ് ആദ്യകാല നേതാക്കൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. വലതുപക്ഷ വ്യതിയാനത്തിനെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു VS ഉൾപ്പെടെയുള്ള, EMS ഉൾപ്പെടെയുള്ള നേതാക്കൾ. 1968 ആയപ്പോൾ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാതയെക്കുറിച്ച് അതിശക്തമായ ഭിന്നാഭിപ്രായം പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു വന്നു. വിപ്ലവം തോക്കിനുകളിലൂടെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിൽ നക്സലേറ്റ് പ്രസ്ഥാനം ആരംഭിച്ചു. ആ നക്സലേറ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട്, തീവ്ര നിലപാടിനെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ VS ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് എന്ന് ആവർത്തിച്ച് പറയാനും ആ ശരിയായ വിപ്ലവ പാതയെക്കുറിച്ച് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ പഠിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ നേതാക്കൾ കൂടുതൽ ജനങ്ങളിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. 1964 പിളർപ്പിൻ്റെ ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ CPIക്കായിരുന്നു, CPIMന് ലഭിച്ചിരുന്നില്ല. 68 നക്സലേറ്റ് കലാപത്തിൻ്റെ ഘട്ടത്തിൽ ഈ തീവ്ര നിലപാട് സ്വീകരിച്ച നക്സൽബാരി പ്രസ്ഥാനത്തിനായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ. സാർവദേശീയ രംഗത്ത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പിന്തുണ CPIMന് ആ ഘട്ടങ്ങളിൽ ലഭിച്ചിരുന്നില്ല. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയെ പിന്തുണച്ചു, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നക്സലുകളെ പിന്തുണച്ചു. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ CPIMന് കീഴിൽ അണിനിരത്തിയിട്ട് ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ആണ് എന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്താനുള്ള വലിയ പ്രവർത്തനമാണ് ആ കാലത്തെ നേതൃത്വം ഏറ്റെടുത്തത്. ഒടുവിൽ
സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ആണെന്ന് അംഗീകരിക്കേണ്ടി വന്നു. CPIMന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വരികയും ചെയ്തു. 1980 മുതൽ 91 വരെയുള്ള 11 വർഷക്കാലം VS അച്യുതാനന്ദൻ കേരളത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുകയുണ്ടായി. കേരളത്തിലെ CPIMനെ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ബഹുജന അടിത്തറയുള്ള പ്രസ്ഥാനമാക്കിയിട്ട് വളർത്തിയെടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കാണ് ഈ കാലയളവിൽ VS അച്യുതാനന്ദൻ നിർവഹിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. 86, 87 ആയപ്പോൾ MV രാഘവൻ പാർട്ടിക്കകത്ത് കലാപമുയർത്തി ബദൽ രേഖയുമായി വന്നു. ആ MV രാഘവനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ പാർട്ടിയെ കരുത്തോടുകൂടി നയിക്കാൻ VS അച്യുതാനന്ദന് കഴിഞ്ഞിരുന്നുവെന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നീട് 91 കൂടിയിട്ട് പാർലമെന്ററി രംഗത്തേക്ക് VS വീണ്ടും കടന്നു വരികയാണ്. പ്രതിപക്ഷ നേതാവായും കേരളത്തിന് മുഖ്യമന്ത്രിയായും പിന്നീട് VS നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 5 വർഷക്കാലം പ്രവർത്തിച്ച സഖാവ് VS അച്യുതാനന്ദൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ പല നിയമനിർമ്മാണങ്ങളുടെയും നേതൃത്വമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കേരള നിയമസഭ അംഗീകരിച്ച് നിയമമായി വന്നിട്ടുണ്ട് എങ്കിൽ അതിനു പിന്നിൽ VS അച്യുതാനന്ദൻ നടത്തിയ വലിയ പോരാട്ടമുണ്ട്. കേരളത്തിലെ കൃഷിഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് VS നടത്തിയിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് പിൽക്കാലത്ത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. പോലീസിനെ ജനകീയവൽക്കരിക്കുന്നതിന് ഭാഗമായിട്ട് ജനമൈത്രി പോലീസ് സംവിധാനം ഉയർന്നു വന്നത് VSും കോടിയേരിയും കേരളത്തെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ്. 1998 ആയപ്പോൾ EMSന്റെ നേതൃത്വത്തിൽ, നയനാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ജനകീയാസൂത്രണ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ VS ഗവൺമെൻറ്റിന് കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ പരിസ്ഥിതി വിഷയങ്ങൾ VS സ്വീകരിച്ചിട്ടുള്ള വലിയ നിലപാടുകളുണ്ട്. പരിസ്ഥിതിയും വികസനവും എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കാനും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കൂടുതൽ പഠിക്കാനും ആ നിലയിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും വികസനങ്ങൾക്ക് തടസ്സമാവാത്ത വിധത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും സഖാവ് VSന് കഴിഞ്ഞിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ സംരക്ഷകനും നേതാവുമായിരുന്നു സഖാവ് VS എല്ലാ കാലത്തും. അത് ജാതീയമായ വിവേചനം നേരിടുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന ദുർബലരായ ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കാൻ, സംരക്ഷിക്കാൻ VS എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സൂര്യനെല്ലിയിൽ പെൺകുട്ടി പീഡനത്തിനിരയായപ്പോൾ ആ പെൺകുട്ടി പിന്നെയും വേട്ടയാടപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് സഖാവ് VS പോകുന്നുണ്ട്. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേർത്ത് പിടിച്ചിട്ട് VS പറഞ്ഞു, ഒരു മുത്തച്ഛനോടെന്ന പോലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുക. അങ്ങനെ ആ കുട്ടിക്ക് ആശ്വാസമേകി തണലേകിയിട്ട് ആ വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപ ആ കുട്ടിക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് VS അച്യുതാനന്ദൻ. വാങ്ങിക്കാൻ മടിച്ചപ്പോൾ VS പറയുന്ന മറുപടിയുണ്ട്, ഇത് എൻ്റെ പെൻഷനിൽ നിന്ന് ഞാൻ മിച്ചം വെച്ച തുകയാണ്, ഇത് ഒരു മുത്തച്ഛനിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ മകൾക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മടങ്ങി വരുന്ന ഒരു VSനെ ആർക്കെങ്കിലും മറക്കാൻ വേണ്ടി പറ്റുമോ? സഖാവ് VSന്റെ വിയോഗം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തിയത് സഖാവ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിടത്തേക്കെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒഴുകിയെത്തിയത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അനുശോചന സന്ദേശങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റ് വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ അവരെല്ലാം CPIMന്റെ ഡൽഹിയിലെ ആസ്ഥാനത്തെത്തിയിട്ട് VS അച്യുതാനന്ദൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തിയിട്ട് മടങ്ങുകയാണ്. ആദർശാധിഷ്ഠിത രാഷ്ട്രീയ പ്രവർത്തനത്തിന് സ്വന്തം ജീവിതം കൊണ്ട് അവതാരിക എഴുതിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണ് സഖാവ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ മരണപ്പെടുമ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും മരിച്ചിരിക്കുന്നു എന്ന ബൂർഷ്വാ മാധ്യമങ്ങളുടെ വിശേഷണം
വി എസിനെ അവഹേളിക്കലാണ്, വി എസ് വളർത്തിക്കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അവഹേളിക്കലാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. 1883 മഹാനായ കാറൽ മാർക്സ് മരണപ്പെട്ടപ്പോൾ മാർക്സിസം ലോകത്ത് അവസാനിച്ചിരിക്കുന്നുവെന്ന് മുതലാളിത്തം പ്രഖ്യാപിച്ചു. 1895 മഹാനായ എംഗൽസിൻ്റെ വിയോഗമുണ്ടായപ്പോൾ ദി എൻഡ് ഓഫ് ദി മാർക്സിസ്റ്റ് സിസ്റ്റം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് ചിന്താവ്യവസ്ഥയുടെ അന്ത്യം പ്രഖ്യാപിച്ചു മുതലാളിത്തം. പക്ഷേ 1917 ആയപ്പോൾ റഷ്യയിൽ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി വർഗ വിപ്ലവം വിജയം നേടുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് വിവിധ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള വിപ്ലവ പോരാട്ടങ്ങൾ, തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾ, മാർക്സിസമാണ് ശരിയെന്ന് ലോകത്തെ മഹാഭൂരിപക്ഷം ആളുകളും ഉറക്കെ വിളിച്ചു പറയുന്ന കാലമാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ബൂർഷ്വാ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചില വലതുപക്ഷ നേതാക്കൾ പറയുന്നു, വി എസ് അച്യുതാനന്ദൻ്റെ വിയോഗത്തോടു കൂടിയിട്ട് അവസാനത്തെ മാർക്സിസ്റ്റും ഇല്ലാതായിരിക്കുന്നുവെന്ന്. അത് വി എസ് അച്യുതാനന്ദനെ അവഹേളിക്കലാണ്, വി എസ് വളർത്തിക്കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തെ അവഹേളിക്കലാണ്. വി എസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ കാട്ടിത്തന്ന വഴിയിലൂടെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ടേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവന്ന ഈ ചെങ്കൊടി കൂടുതൽ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് വി എസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വപ്നം കണ്ട ഒരു കാലത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ കരുത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിൽ പുതിയ പോരാട്ടത്തിൻ്റെ പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ വിയോഗത്തോടു കൂടിയിട്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കടന്നു പോവുകയല്ല ചെയ്യുന്നത്. വി എസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ കാട്ടിത്തന്ന വഴിയിലൂടെ കൂടുതൽ കരുത്തോടെ മുന്നോട്ടേക്ക് പോകാനുള്ള പ്രഖ്യാപനമാണ് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഈ മണ്ണിൽ നടത്തുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ വിപ്ലവകാരി സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സർവ്വ ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.